ബാബയെ ഓർമ്മിക്കുന്നത് അഭ്യസിക്കുവാനായി ദിവസവും സൂചന നൽകുന്നതെന്തുകൊണ്ടാണ് എന്ന് ബാബ കേൾപ്പിക്കുന്നു. സ്നേഹസാഗരമായ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 24/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, സുഖം നൽകുന്നവനായ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ഓർമ്മ കൂടാതെ സ്നേഹം ഉണ്ടാവുകയില്ല. ചോദ്യം: ബാബ കുട്ടികൾക്ക് ദിവസവും ഓർമ്മയുടെ അഭ്യാസം ചെയ്യുന്നതിനുള്ള സൂചന എന്തുകൊണ്ട് നൽകുന്നു? ഉത്തരം: കാരണം ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് പൂർണ്ണമായും സമ്പത്ത് നേടുവാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകും, വികർമ്മങ്ങളിൽ നിന്നും മുക്തമാകും, ശിക്ഷകളിൽ നിന്നും ഒഴിവാകും. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും സന്തോഷം നിലനിൽക്കും. ലക്ഷ്യം സമീപത്തായി അനുഭവപ്പെടും. ഒരിക്കലും ക്ഷീണിക്കുകയില്ല. പരിധിയില്ലാത്ത സുഖം നേടും. അതിനാൽ ഓർമ്മയുടെ അഭ്യാസം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ഗീതം: കുട്ടിക്കാലത്തെ ദിവസങ്ങൾ മറന്നു പോകരുത്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതത്തിൻ്റെ ലൈനിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഇപ്പോൾ ജീവിച്ചിരിക്കെ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. മുഴുവൻ കൽപ്പവും പരിധിയുള്ള പിതാവിൻ്റേതായി. സത്യയുഗത്തിലും പരിധിയുള്ള പിതാവിൻ്റേതാകുന്നു. ഇപ്പോൾ മാത്രമാണ് നിങ്ങൾ ബ്രാഹ്മണരായ കുട്ടികൾ പരിധിയില്ലാത്ത പിതാവിൻ്റേത് ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അഥവാ ബാബയെ ഉപേക്ഷിച്ചുവെങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, എന്നാൽ ഒരല്പം കൊണ്ട് ആരും തൃപ്തമാകുന്നില്ല. മനുഷ്യർ ധനം വളരെയധികം ആഗ്രഹിക്കുന്നു. ധനമില്ലാതെ സുഖമുണ്ടാവുക സാധ്യമല്ല. ധനവും വേണം, ശാന്തിയും വേണം, നിരോഗി ശരീരവും വേണം. ലോകത്തിൽ ഇന്ന് എന്താണ്, നാളെ എന്തുണ്ടാകണം, ഇത് കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. വിനാശമാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നു. മറ്റാരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇല്ല. അഥവാ വിനാശം മുന്നിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പോലും എന്ത് ചെയ്യണം എന്നതറിയില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. യുദ്ധം എപ്പോൾ വേണമോ നടക്കാം എന്ന് അറിയാൻ കഴിയുന്നു. അല്പം തീപ്പൊരി ഉണ്ടായാൽ സ്ഫോടനം നടക്കും. സമയമെടുക്കില്ല. മുൻപും ചെറിയൊരു കാര്യം കാരണം എത്ര വലിയ യുദ്ധം നടന്നു. കുട്ടികൾക്കറിയാം, പഴയ ലോകം ഇതാ സമാപ്തമായി. അതിനാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബയെ സദാ ഓർമ്മിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ വളരെയധികം ഹർഷിതമായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് ആ സന്തോഷം മാഞ്ഞു പോകുന്നത്. ദേഹി അഭിമാനിയാകുന്നു എങ്കിൽ ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ബാബയെ മറന്ന് ദുഃഖമെടുക്കുന്നു. എത്ര ബാബയെ ഓർമ്മിക്കുമോ അത്രയും പരിധിയില്ലാത്ത പിതാവിൽ നിന്നും സുഖമെടുക്കും. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആകുവാനാണ്. രാജാവും റാണിയും പ്രജയും വേലക്കാരനും ദാസനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോഴുള്ള പുരുഷാർത്ഥം പിന്നെ കൽപ്പാന്തരങ്ങളിലേക്ക് സ്ഥിരമാകുന്നു. പിന്നീട് എല്ലാവർക്കും സാക്ഷാത്കാരമുണ്ടാകും. നമ്മൾ എത്ര പുരുഷാർത്ഥമാണ് ചെയ്തത്. ഇപ്പോഴും ബാബു പറയുന്നു, തൻ്റെ അവസ്ഥയെ നോക്കിക്കൊണ്ടിരിക്കൂ. മധുരത്തിലും മധുരമായ ബാബയെ, അതായത് ആരിൽ നിന്നാണോ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്, ആ ഒന്നിനെ നമ്മൾ എത്ര ഓർമ്മിക്കുന്നു. നിങ്ങളുടെ മുഴുവൻ ആധാരവും തന്നെ ഓർമ്മയുടെ മേലാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും സന്തോഷം നിലനിൽക്കും. ഇപ്പോൾ സമീപം വന്നെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ചിലർ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നു. അറിയില്ല ലക്ഷ്യം എത്ര അകലെയാണ്. എത്തിച്ചേർന്നുവെങ്കിൽ പ്രയത്നവും സഫലമായെന്നെ. ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത് എന്നതും ലോകത്തിന് അറിയില്ല. ഹേ ഭഗവാനെ എന്ന് പറയുന്നുമുണ്ട്.
പിന്നെ പറയുന്നു കല്ലിലും മൺകട്ടയിലുമുണ്ട് എന്ന്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടേതായി കഴിഞ്ഞു. ഇപ്പോൾ ബാബയുടെ തന്നെ മതമനുസരിച്ച് നടക്കണം. വിദേശത്ത് ആയിക്കൊള്ളട്ടെ, അവിടെ കഴിയുമ്പോഴും കേവലം ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്ക് ശ്രീമത് ലഭിച്ചിരിക്കുന്നു. ബാബയുടെ ഓർമ്മ കൂടാതെ ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാവുക സാധ്യമല്ല. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ അങ്ങയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടും. എങ്ങനെയാണോ നമ്മുടെ ബാബ ബ്രഹ്മാവ് സമ്പത്ത് നേടിയത്, നമ്മളും പുരുഷാർത്ഥം ചെയ്ത് ആ ഒന്നിൻ്റെ സിംഹാസനത്തിൽ തീർച്ചയായും ഇരിക്കും. മമ്മയും ബാബയും രാജരാജേശ്വരനും രാജരാജേശ്വരിയും ആകുന്നു. അപ്പോൾ നമ്മളുമാകും. പരീക്ഷ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. നിങ്ങളെ വളരെ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. കേവലം ബാബയെ ഓർമ്മിക്കൂ. ഇതിനെ പറയുന്നത് സഹജ രാജയോഗ ബലം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, യോഗത്തിലൂടെ വളരെയധികം ബലം ലഭിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വികർമ്മം ചെയ്യുകയാണെങ്കിൽ ശിക്ഷ വളരെയധികം അനുഭവിക്കും. പദവി ഭ്രഷ്ടമായി പോകും. ഓർമ്മയിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പാവന ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആര് ബ്രാഹ്മണരാകുമോ അവർ തന്നെ നിമിത്തമാകും. ബ്രഹ്മമുഖവംശാവിലെ ബ്രാഹ്മണനാകാതെ നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കാൻ സാധിക്കില്ല. ബാബ കുട്ടികളെ രചിക്കുന്നത് തന്നെ സമ്പത്ത് നൽകുന്നതിനാണ്. നമ്മൾ ശിവ് ബാബയുടേത് തന്നെയാണ്. ആ ഒന്ന് പുതിയ സൃഷ്ടി രചിക്കുന്നു, കുട്ടികൾക്ക് സമ്പത്ത് നൽകുന്നതിനായി. ശരീരധാരികൾക്ക് തന്നെയായിരിക്കും സമ്പത്ത് നൽകുക. ആത്മാക്കളാണെങ്കിൽ മുകളിൽ വസിക്കുന്നു. അവിടെയാണെങ്കിൽ സമ്പത്തിൻ്റെയോ പ്രാപ്തിയുടെയോ കാര്യമില്ല. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്നു. അത് ലോകത്തിന് അറിയില്ല. ഇപ്പോൾ സമയം സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നയാൾ അഥവാ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അവരെ പറപ്പിച്ചു കളയും. പറപ്പിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകളും മറ്റും ഒന്നും സൂക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, തയ്യാറെടുപ്പുകൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും ഉണ്ടായിരുന്നു. യവനന്മാരുടെ, അതായത് ഗ്രീസുകാരുടെ യുദ്ധം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധമില്ല. യവനന്മാർ തീർച്ചയായും യുദ്ധം ചെയ്യുകയായിരുന്നു. ബോംബുകളും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ബാബ നമ്മളോട് ആജ്ഞാപിക്കുന്നു, എന്നെ ഓർമ്മിക്കൂ, ഇല്ലെങ്കിൽ അവസാനം വളരെയധികം കരയേണ്ടി വരും. പരീക്ഷയിൽ പാസ്സാകുന്നില്ലെങ്കിൽ പോയി ദേഷ്യത്തോടെ മുങ്ങി മരിക്കുന്നു. ഇവിടെ ദേഷ്യത്തിൻ്റെ കാര്യമൊന്നുമില്ല. അവസാനം നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. നമ്മൾ എന്തെല്ലാമാകും അതും അറിയാൻ കഴിയും. ബാബയുടെ കാര്യമാണ് പുരുഷാർത്ഥം ചെയ്യിക്കുക എന്നത്. പറയുന്നു, കുട്ടികളെ കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മിക്കുന്നത് മറന്നു പോകുന്നു എങ്കിൽ, അഥവാ ഒഴിവ് സമയം ലഭിക്കുന്നില്ല എങ്കിൽ, ശരി, ഇരിക്കൂ. ഓർമ്മയിലിരുന്ന് ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം കണ്ടുമുട്ടുമ്പോഴും നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നതിനായി പരിശ്രമിക്കണം. ഒരുമിച്ചിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർമ്മ നല്ലതായിരിക്കും, സഹായം ലഭിക്കും. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുക. ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും. ചിലർ വിദേശത്ത് പോകുന്നു, പിന്നെ വരാൻ സാധിക്കില്ല. അവിടെയും കേവലം ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നത്. ബാബ പറയുന്നു, കേവലം ഒരു കാര്യം ഓർമ്മിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കുമെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാകും. മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ കഴിഞ്ഞുകൊള്ളൂ. കേവലം ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. പവിത്രമാവുകയില്ലെങ്കിൽ ഓർമ്മിക്കാൻ സാധിക്കില്ല. എല്ലാവരും ക്ലാസ്സിൽ വന്ന് പഠിക്കും എന്നല്ല. മന്ത്രമെടുത്തോ പിന്നെ എവിടെയും പൊയ്ക്കൊള്ളൂ. സദോ പ്രധാനം ആകാനുള്ള വഴി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും സെൻട്രൽ വരുന്നതിലൂടെ
പുതിയ പുതിയ പോയിന്റ്സ് കേട്ടുകൊണ്ടിരിക്കും. അഥവാ ഏതെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കുന്നില്ല, മഴ പെയ്യുകയാണ്, അഥവാ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്, ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും? ബാബു പറയുന്നു, കുഴപ്പമില്ല. എവിടെ ഇരുന്നാലും നിങ്ങൾ ഓർമ്മയിലിരിക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കൂ. മറ്റുള്ളവരോടും ഇത് പറയൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും, ദേവതയായി മാറും. വാക്ക് തന്നെ രണ്ടാണുള്ളത്. ബാബു പറയുന്നു, ഈ കുട്ടിക്കാലം മറന്നു പോകരുത്. ഇന്ന് ചിരിക്കുന്നു, നാളെ കരയേണ്ടി വരും. അഥവാ ബാബയെ മറന്നുവെങ്കിൽ ബാബയിൽ നിന്നും സമ്പത്ത് പൂർണ്ണമായും നേടണം. സ്വർഗത്തിൽ പോകുമല്ലോ, പിന്നെ ഭാഗ്യത്തിൽ ഉള്ളതുപോലെ എന്ന് ധാരാളം പേർ പറയുന്നു. അതിനെ പുരുഷാർത്ഥം ചെയ്യൽ എന്ന് പറയുകയില്ല. മനുഷ്യൻ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ ഉയർന്ന പദവി നേടുന്നതിനാണ്. ഇപ്പോൾ ബാബയുടെ അടുക്കൽ ഉയർന്ന പദവി ലഭിക്കും എന്നിരിക്കെ അലംഭാവം എന്തിനു കാണിക്കണം? സ്കൂളിൽ ആരാണോ പഠിക്കാത്തത് അവർക്ക് വിദ്യാസമ്പന്നർ ആയവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. ബാബയെ പൂർണ്ണമായും ഓർമ്മിക്കുകയില്ലെങ്കിൽ പ്രജയുടെയും വേലക്കാരനും ദാസനുമാകും. ഇതിൽ സന്തോഷിക്കുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികൾ മുന്നിൽ വന്ന് റിഫ്രഷായി പോകുന്നു. പലരും ബന്ധനസ്ഥരാണ്. സാരമില്ല, വീട്ടിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ യുദ്ധം ആരംഭിക്കും. അല്പമെങ്കിലും കുഴപ്പം കാണിച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യും എന്ന് അന്യോന്യം പറയുന്നു. മുൻകൂട്ടി തന്നെ പറയുന്നു. ബോംബുകളുടെ അഹങ്കാരം വളരെയുണ്ട്. ബാബു പറയുന്നു, കുട്ടികൾ യോഗബലത്തിൽ ഇതുവരെയും സമർത്ഥരായിട്ടില്ല. യുദ്ധം തുടങ്ങുക എന്നത് നടക്കാതിരിക്കട്ടെ, എന്നാൽ ഡ്രാമയനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവുകയില്ല. കുട്ടികൾ പൂർണ്ണമായും സമ്പത്തെടുത്തിട്ടില്ല. അതിനാൽ നിശ്ചയമുണ്ട്, ഈ യുദ്ധം തുടങ്ങിയാലും അവസാനിക്കും. കാരണം ഇപ്പോൾ രാജധാനി സ്ഥാപിതമായിട്ടില്ല. ടൈം വേണം. പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അറിയില്ല, ഏത് സമയത്തും എന്തും സംഭവിക്കാം. ബസ് മറിയുന്നു, എയ്റോപ്ലെയിൻ വീഴുന്നു, ട്രെയിൻ മറിയുന്നു. മൃത്യു എത്ര സഹജമായി നിൽക്കുന്നു. ഭൂമിയും കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ജോലി എർത്ത് ക്വേക്കിനാണ് ചെയ്യേണ്ടത്. എന്നാൽ വിനാശം ഉണ്ടാകുന്നതിന് മുമ്പേ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടണം. അതിനാൽ വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങല്ലാതെ നമുക്ക് രണ്ടാമതാരുമില്ല. കേവലം ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എത്ര സഹജമായ രീതിയിൽ ചെറിയ കുട്ടികൾക്കെന്ന പോലെ മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. കേവലം ഓർമ്മിക്കൂ. കാമച്ചിതയിൽ ഇരുന്ന് നിങ്ങൾ എരിഞ്ഞു മരിച്ചു. ഇപ്പോൾ ജ്ഞാനചിതയിൽ ഇരുന്ന് പവിത്രമാകൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. പറയൂ. ആരാണോ സർവരുടെയും പിതാവ് ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികർമ്മ വിനാശമാകും. നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ തുരുമ്പ് മാറും. ഇത്രയും സന്ദേശം കൊടുക്കുവാൻ സാധിക്കുമല്ലോ. സ്വയം ഓർമ്മിക്കുമ്പോൾ മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് താല്പര്യത്തോടെ പറയും, ഇല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരില്ല. ബാബ പറയുന്നു, എവിടെയായിരുന്നാലും എത്ര സാധിക്കുമോ കേവലം ഓർമ്മിക്കൂ. ഒരൽപ്പം ആഹാര രീതികളുടെ ബുദ്ധിമുട്ടും മറ്റും ഉണ്ടാകുന്നു. കഴിയേണ്ടത് വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ കഴിയുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. ആരെ കണ്ടുമുട്ടുന്നുവോ അവർക്ക് ഈ ശിക്ഷണം നൽകൂ. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും തമോ പ്രധാനവും പതീതവും ആയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ആത്മാവ് തന്നെയാണ് പതീതമായത്.
സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് പാവന ആത്മാവാണ്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്. മറ്റൊരു ഉപായവുമില്ല. ഈ സന്ദേശം എല്ലാവർക്കും കൊടുത്താലും വളരെ പേരുടെ മംഗളം ചെയ്യും. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. പുരുഷോത്തമ മാസത്തിലും പോയി മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ഏറ്റവും പുരുഷോത്തമർ ആരാണ്. സത്യയുഗത്തിൻ്റെ ആദിയിൽ ഈ ലക്ഷ്മി നാരായണൻ പുരുഷോത്തമനായിരുന്നു. ഇവരെ ഇങ്ങനെ പുരുഷോത്തമർ ആക്കുന്നവൻ, അതായത് സ്വർഗം സ്ഥാപിക്കുന്നവൻ ബാബയാണ്. സർവ ആത്മാക്കളെയും പാവനമാക്കുന്നവൻ പതീത പാവനായ ബാബ തന്നെയാണ്. ഏറ്റവും ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ആക്കുന്നവനും ബാബയാണ്. ആരാണോ പൂജ്യമായിരുന്നത് അവർ പിന്നെ പൂജാരിയായി. രാവണ രാജ്യത്തിൽ നമ്മൾ പൂജാരിയായി, രാമരാജ്യത്തിൽ പൂജ്യരായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിൻ്റെ അന്തിമമാണ്. നമ്മൾ പൂജാരിയിൽ നിന്നും വീണ്ടും പൂജ്യരാകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള വഴി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. വൃദ്ധരും ഈ സർവീസ് ചെയ്യേണ്ടതാണ്. ബന്ധുമിത്രാദികൾക്കും ബാബയുടെ പരിചയം നൽകൂ. പറയൂ, ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. നിരാകാരനായ ശിവ് ബാബ സർവരുടെയും സദ്ഗതി ദാതാവായ ബാബയാണ്. സർവ ആത്മാക്കളോടും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാണല്ലോ. വൃദ്ധർക്കും ഈ സർവീസ് ചെയ്യാൻ സാധിക്കും. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. വിവാഹത്തിനും മറ്റും പോയിക്കൊള്ളൂ. കാതിൽ ഈ കാര്യം കേൾപ്പിക്കൂ. ഗീതയുടെ ഭഗവാൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ കാര്യം എല്ലാവരും ഇഷ്ടപ്പെടും. കൂടുതൽ പറയേണ്ട കാര്യമില്ല. കേവലം ബാബയുടെ സന്ദേശം നൽകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ശരി, ഭഗവാൻ പ്രേരണ നൽകുന്നു എന്ന് വിചാരിക്കൂ. സ്വപ്നത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ശബ്ദം കേൾക്കപ്പെടുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. നിങ്ങൾ സ്വയവും കേവലം ഈ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ തോണി അക്കരെ എത്തും. നമ്മൾ പ്രാക്ടിക്കലിൽ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. ബാബയിൽ നിന്നും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ബാബയെ മറക്കുന്നതിലൂടെ തന്നെയാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും, ഇവർക്ക് തീർച്ചയായും ശരിയായ വഴി ലഭിച്ചു എന്ന്. ഈ വഴി ഒരിക്കലും ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സമയം വരും. ബാബയെ ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കും. അന്തിമകാലത്തിൽ ആരാണോ ശിവ് ബാബയെ സ്മരിക്കുന്നത് അവർ പിന്നെ നാരായണ വംശത്തിൽ ഇറങ്ങി വരും. ലക്ഷ്മി നാരായണൻ്റെ ഡിനാസ്റ്റിയിൽ വരും. അടിക്കടി രാജപദം നേടും. കേവലം ബാബയെ ഓർമ്മിക്കൂ സ്നേഹത്തോടെ. ഓർമ്മ കൂടാതെ എങ്ങനെ സ്നേഹിക്കും? സുഖം ലഭിക്കുന്നു, അതിനാലാണ് ഓർമ്മിക്കുന്നത്. ദുഃഖം നൽകുന്നവരെ സ്നേഹിക്കാറില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു, അതിനാൽ എന്നെ സ്നേഹിക്കൂ. ബാബയുടെ മതമനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ശരി, മധുരമധുരമായ ശ്രീഖിലന്റെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഠനത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുത്. യുദ്ധത്തിന് മുമ്പേ ബാബയിൽ നിന്നും പരിപൂർണമായും സമ്പത്ത് നേടണം. ശ്രീമത് അനുസരിച്ച് ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. വരദാനം: സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സ്മൃതിയിലൂടെയും വ്യർത്ഥത്തെ സമാപ്തമാക്കുന്ന സത്യമായ ബ്രാഹ്മണനും സമ്പൂർണ്ണ പവിത്രവുമായി ഭവിക്കട്ടെ. തൻ്റെ സങ്കല്പവും വൃത്തിയും സ്മൃതിയും ചെക്ക് ചെയ്യൂ. എന്തെങ്കിലും തെറ്റുണ്ടായി പശ്ചാത്തപിച്ചു, മാപ്പ് ചോദിച്ചു, ഒഴിവായി എന്നത് പാടില്ല. ആര് എത്ര തന്നെ മാപ്പ് വാങ്ങിയാലും ഏതൊരു പാപമോ വ്യർത്ഥ കർമ്മമോ ആണോ ഉണ്ടായത്
അതിൻ്റെ അടയാളം മായുന്നില്ല. രജിസ്റ്റർ ശുദ്ധവും സ്വച്ഛവും ആകുന്നില്ല. കേവലം ഈ ഒരു ചടങ്ങിനെ സ്വീകരിക്കരുത്. എന്നാൽ സ്മൃതി ഉണ്ടായിരിക്കണം, ഞാൻ സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണനാണ്. അപവിത്രതയ്ക്ക് സങ്കല്പത്തെയോ വൃത്തിയെയോ സ്മൃതിയെ പോലും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി ഓരോ ചുവടിലും ജാഗ്രതയോടെ ഇരിക്കൂ. സ്ലോഗൻ: ബാബയുടെ കൂട്ടുകെട്ടിനെ യൂസ് ചെയ്യൂ, എങ്കിൽ ഒരിക്കലും നിരാശമാവുകയില്ല. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രമാകൂ. പവിത്രതയുടെ രഹസ്യത്തെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരിക എന്നാൽ സങ്കല്പരൂപത്തിൽ പോലും 5 വികാരങ്ങളുടെ മേൽ വിജയി ആവുക എന്നാണ്. വ്യർത്ഥ സങ്കല്പം ക്രോധത്തെയും ജനിപ്പിക്കുന്നു. അപ്പോൾ കാമം, അതായത് ഏതെങ്കിലും ആത്മാവിനെ പ്രതി അഥവാ വ്യർത്ഥ ദൃഷ്ടിയെങ്കിലും പോകുന്നുവെങ്കിൽ ആ സമയം പവിത്രതയായി കണക്കാക്കപ്പെടുകയില്ല. അപ്പോൾ ഈ വ്യർത്ഥ സങ്കല്പങ്ങളെ ബാബയുടെ സ്നേഹത്തിനു പിന്നാലെ സമർപ്പണം ചെയ്യൂ. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ
ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു.
ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.